നമസ്കാരം, ഞാൻ അനീഷ് കുമാർ, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കൺസൾട്ടൻറ്റ്, സ്കെയിൽ ആർട്ട് ഇൻറ്റീരിയർ. പുതുമ കൊണ്ടും ആധുനിക രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ കൊണ്ടും വളരെയധികം പ്രത്യേകതയുള്ള ഒരു പ്രോജക്റ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ ഒരു നട കയറി വന്ന് ഇവിടെ ഒരു ലാൻഡിങ്, അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഡോർ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോർ തന്നെ നമ്മൾ അത്യാവശ്യം വെറൈറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ വുഡിൽ ചെയ്തിട്ട് അതിൽ ഗ്രൂ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നു. വൈറ്റ് ആണ് നമ്മുടെ ഏറ്റവും ഇതിലൊരു ഹൈലൈറ്റ് കോമ്പിനേഷൻ. ഈ വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാ ഈ വിശാലത തന്നെയാണ്. നമ്മുടെ ഫോർമൽ ലിവിങ്, അതുപോലെ തന്നെ കിച്ചൺ, ഡൈനിങ് ഇതിൻ്റെ ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ടി വി കൊണ്ടാണ്. ബാക്ക് പാനൽ നമുക്ക് തോന്നും ഇതൊരു ബാക്ക് പാനൽ ഫുള്ള് പി വി സി ലാമിനേഷൻ വിത്ത് ഗ്രൂവിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് വോളിൽ അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഭംഗിയും നിലനിർത്തും. താഴെ സാധാരണ ഉള്ള പോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ ഒരു ബോട്ടം ബോക്സ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ സ്റ്റോറേജ് എല്ലാം തന്നെ അതിൻ്റെ സെൻട്രൽ യൂണിറ്റിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ ഈ ഒരു സോഫയുടെ പ്രത്യേകത, ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ ഭംഗി നമുക്ക് ഇപ്പോൾ തന്നെ നേരിട്ടറിയാവുന്നതാണ്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ഭംഗി കൊണ്ടും ഈ ഒരു കോമ്പിനേഷനുമായിട്ട്, അതായത് നമ്മുടെ ഇൻറ്റീരിയർ കോമ്പിനേഷനുമായിട്ട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ്. ഈ ടീപ്പോ ആണെങ്കിൽ പോലും അതിൻ്റെ ഈ നമ്മൾ താഴെ ഉപയോഗിച്ചിട്ടുള്ള ഈ മാറ്റ് ആണെങ്കിൽ പോലും ഇത് എല്ലാം തന്നെ അതായത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരത്തക്ക രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോർമൽ ലിവിങ്ങിലാണെങ്കിലും ഫാമിലി ലിവിങ്ങിലാണെങ്കിലും ഒക്കെ ഇതുപോലുള്ള സ്പേസുകൾ ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് ഇൻറ്റീരിയറിൽ വളരെയധികം ഭംഗിയും അതുപോലെ തന്നെ പ്രത്യേകതയും തരും. വളരെ പുതുമയുള്ള അല്ലെങ്കിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഡൈനിങ് സിസ്റ്റം. അതായത് നമുക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്നൊരു സംശയം ഉണ്ടാകാം, ഇതെങ്ങനെ ഈ ഒരു ഡൈനിങ് സ്പേസ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കംഫർട്ടിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ലാത്ത രീതിയിൽ ഈ ഒരു ഡൈനിങ് സിസ്റ്റം മാനേജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമുക്കിപ്പോൾ കുറച്ച് സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ 4, 5, 6 സീറ്റ് നമുക്ക് ഇങ്ങനെ നോർമൽ ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് കുറച്ച് ആൾക്കാർ കൂടുതൽ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൾഡിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡിംഗ് ഹാർഡ്വെയർ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അത്യാവശ്യം 2 പേർക്ക് കൂടി നമുക്ക് ഇരിക്കാം. 2 അല്ലെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. എങ്കിലും നോർമൽ കേസിൽ നമുക്ക് 2 പേർക്ക് കൂടി ഇരിക്കാം. അടുത്തത് ഇതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ്, നമുക്ക് ഈ കിച്ചണിൽ തയ്യാറാക്കുന്ന ഫുഡ് സർവ് ചെയ്യാൻ വേണ്ടി ഒരു സർവിങ് ഏരിയ, അതായത് നമുക്ക് ഫുഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് അവിടെയോ ഇവിടെയോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് യഥേഷ്ടം ഫുഡ് എടുക്കാവുന്ന രീതിയിലൊരു സർവ് ഏരിയ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ, ഇത് ഗ്രാനൈറ്റ് ടോപ്പ് വെച്ച് നമ്മുടെ ഫുൾ ബോഡി ടൈലിലാണ് ഇതെല്ലാം തന്നെ ടോപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ്ങിൽ നിന്നും കിച്ചണിലേക്കുള്ള ഈ ഒരു പാസേജ് നോക്കിയറിയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്രോക്കറി ആൻഡ് ഡൈനിങ് യൂണിറ്റിൻ്റെ സൈഡിൽ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടിയിട്ട് നമ്മളൊരു ആർക്കിട്രൈവ് പാനലിംഗ് കൊടുത്തിട്ടാണ്, അതിൽ ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ കൊടുത്താണ് ഈ ഒരു വാൾ ക്ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ക്ലോക്ക്. നമുക്കറിയാം അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഓപ്പൺ കിച്ചൺ അതാണല്ലോ ഇന്നിപ്പോൾ ഏറ്റവും മോഡേണായിട്ട് ഏറ്റവും നമ്മൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ആ ഒരു മോഡേൺ കിച്ചൻ്റെ സവിശേഷതകൾ. ഒന്ന്, ഇതൊരു ഐലൻഡ് കിച്ചണാണ്. ഇപ്പോൾ ഈ ഐലൻഡ് കിച്ചൻ്റെ സവിശേഷത നമുക്കറിയാം. നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് കുക്കിംഗ് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ ഈ താണ്ടം ബോക്സ് കൊണ്ട് സ്റ്റോറേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്ഹോസ്റ്റ് നമ്മൾ ഐലൻഡ് കിച്ചൺ അറിയാം ഏറ്റവും മിഡിലാണ്. ഇത് സീലിംഗ് വഴിയാണ് വെളിയിലേക്ക് കളഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന മണവും അതുപോലെ തന്നെ പുകയും ഇത് ഒക്കെ വലിച്ചു കളയാൻ പരുവത്തിനുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ചെയ്തേക്കുന്ന മെറ്റീരിയലിൻ്റെ സവിശേഷതകൾ പറയാനാണെങ്കിൽ മറൈൻ പ്ലൈവുഡിൽ
നമ്മൾ അക്രിലിക് ഷീറ്റ്. ഈ അക്രിലിക് ലാമിനേഷൻ്റെ ഒരു ഭംഗി നമുക്കൊരു ഗ്ലാസ് ഫിനിഷാണ്, ഇത് ഗ്ലോസിയാണ്. അപ്പോൾ ഈ അക്രിലിക് ഫിനിഷിൻ്റെ ഗ്ലോസി ഷീറ്റാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ എഡ്ജുകൾ, ഈ ഒരു എഡ്ജുകൾ നമ്മൾ എഡ്ജ് പ്രൊഫൈൽ, അതായത് സ്റ്റീൽ കളർ 2-3 കളറുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു എഡ്ജ് പ്രൊഫൈൽ ഒരു സ്റ്റീൽ കളർ ഫിനിഷാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ എഡ്ജ് പ്രൊഫൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 1 mm നമുക്ക് അതിനെ കവേർഡായിട്ട് വരും. അപ്പോൾ ഈ എഡ്ജ് ബാൻഡ് ഉപയോഗിക്കുന്നതിലും ആ ഒരു ഗ്യാപ്പ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് ഫിനിഷിങ്ങിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഫിനിഷിങ് നമുക്ക് കിട്ടും. പിന്നെ ഈ കളർ കോമ്പിനേഷൻ ഇപ്പോൾ നമുക്കറിയാം, പുതുമയുള്ള കളർ കോമ്പിനേഷൻസ് ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ അവരെ അട്രാക്ട് ചെയ്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ അത് സ്കെയിൽ ആർട്ടിൻ്റെ ഒരു മെയിൻ സവിശേഷതയാണ്. അത്യാവശ്യം നമ്മൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടത്തക്ക രീതിയിലുള്ള കളർ കോമ്പിനേഷൻസും ഡിസൈൻസിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. സിങ്ക് ഏരിയ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഫ്രിഡ്ജ് ഏരിയ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് ഒരു ഏകദേശം അതിനെ കവേർഡായിട്ട് ഇൻബിൽറ്റ് ചെയ്ത ഒരു ഫീലിൽ അതിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിലൊരു ഓപ്പൺ ഷെൽഫൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം നമ്മുടെ ക്ലീനിങ് സംബന്ധമായിട്ടുള്ള ചൂല്, അതുപോലെ തന്നെ മോപ്പ്, ഇതെല്ലാം കൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ PVC പാനലിങ് വോളിൽ വൈഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രൂവ് പാനലിങ് സാധാരണ ഹൈറ്റിൽ കുറച്ചുകൂടി കൂടിയിട്ട് അപ്പം അതിനെ ഒരു വുഡൻ കോമ്പിനേഷൻ ആർക്കിട്രൈവ് കൂടി ആഡ് ചെയ്തിട്ടുള്ളതിന് അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈ ഒരു വോളുമായിട്ട് ഇപ്പുറത്തേക്ക്, ഇത് ബെഡ്റൂമിൻ്റെ വോളാണ്, ഈ വോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഭാഗമാണെങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. അതുപോലെ പ്രത്യേകത, ഇത് ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഡോറ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഒരു ഡോറാണ് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രത്യേകതകൾ, നമുക്കൊരു സ്റ്റോറേജ് കോട്ട് സിസ്റ്റം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഹെഡ് ബോർഡ് നമ്മൾ കൊടുത്തിട്ട് അത് വുഡൻ ഫിനിഷാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഫിനിഷാണ് നമുക്ക് ഈ ഒരു ക്ലോത്ത്, അതായത് നമ്മുടെ സ്യൂഡിൻ്റെ ക്ലോത്താണ് നമ്മൾ അതിൻ്റെ ഫിനിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അതായത് ഹെഡ് ബോർഡിൻ്റെ ആ ഒരു സ്ട്രൈപ്സ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ നോക്കി അറിയാം. അത് ഈ പറയുന്ന കട്ടിലിൻ്റെ സൈഡിലും നമുക്ക് ഫുള്ളി കവേർഡ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ ഒരു ക്ലോത്തിങ് കൊണ്ടാണ്. ഈ കോട്ട് ഇത് നമ്മൾ തന്നെ ഫാക്ടറിയിൽ മേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സവിശേഷത, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലൈ ബോർഡിൽ മേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ഈ പറയുന്നൊരു ക്ലോത്ത്, സ്യൂഡിൻ്റെ ക്ലോത്താണ് കവേർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോട്ടിൻ്റെ മെയിൻ പ്രത്യേകത പറയാം, ഇതൊരു ഹൈഡ്രോളിക് സ്റ്റോറേജ് സിസ്റ്റം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കോട്ട് സിസ്റ്റമാണ്. നമ്മുടെ സ്കെയിൽ ആർട്ടിൻ്റെ ടെക്നീഷ്യന്മാർ വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് നോക്കി അറിയാം, നമുക്കൊരു വാർഡ്രോബിൻ്റെ ഫുൾ സ്പേസ് നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനും, അത്യാവശ്യം പിള്ളേർക്ക് പോലും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ്. ഇതിനെ നമുക്ക് യൂസിന് ശേഷം ഇതുപോലെ മടക്കി വെച്ച് ഉപയോഗിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതിൻ്റെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ഇപ്പോൾ ബേ വിൻഡോ സിസ്റ്റം കോമൺ ആണ്, പലരും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗത്തെ സ്റ്റോറേജ് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സ്കെയിൽ ആർട്ടിൻ്റെ വർക്കുകളിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പ്രൊഫൈൽ ഹാൻഡിൽ സിസ്റ്റവും, അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് പ്രൊഫൈൽ, അത് ഫുള്ളി സ്റ്റീൽ എഡ്ജ് പ്രൊഫൈൽസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റോറേജ് മാനേജ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗം നമുക്കൊരു വാർഡ്രോബ് സിസ്റ്റം, അതിൻ്റെ ഡ്രോയേഴ്സ്, ബേ വിൻഡോ, ഇതിന് ശേഷം ലോഫ്റ്റ്. ഈ ലോഫ്റ്റ് സിസ്റ്റം നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നതിനെ കഴിഞ്ഞും ഒരു പ്രത്യേകത നമുക്ക് പറയാനുള്ളത്, ഏറ്റവും മെയിൻ പ്രത്യേകത, നമുക്ക് ലോഫ്റ്റ്, ഈ ഒരു ലോഫ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങർ പോർഷൻ നമ്മുടെ സാധാരണ ഹൈറ്റ് വരുന്നതാണ്. പക്ഷേ ഈ ഒരു ലോഫ്റ്റ് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞൊരു ഹാങ്ങർ യൂസ് ചെയ്യുന്നത്, ഇതിനു വേണ്ടി ഹെട്ടിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ലോഫ്റ്റ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് താഴേക്ക് ഇങ്ങെടുക്കാവുന്നതാണ്. ഇത് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് കംഫർട്ടായിട്ട് സാധാരണ ഹൈറ്റിൽ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഷർട്ട് ഹാങ് ചെയ്തതിന് ശേഷം ഇത് ഹൈഡ്രോളിക് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഫുള്ള് കയറിപ്പോയി അടഞ്ഞിരിക്കും. അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. നാം ഇന്ന് ഇതിനകത്തൊരു കിഡ്സ് ബെഡ്റൂമാണ്, അതായത്
നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള വീടുകളിലൊക്കെ ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ കിഡ്സുകൾക്ക് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ, അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് കിഡ്സ് ഇത് 2 പേർക്ക് വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ ഹൈഡ്രോളിക് സ്റ്റോറേജ് കോഡ്സാണ്. ഇത് കുട്ടികളുടെ തന്നെ ഐറ്റങ്ങളെല്ലാം അവർക്ക് തന്നെ മാനേജ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളുമൊക്കെ പിന്നെ കുറച്ച് മതി. അപ്പം ഇത് ഒരു സ്റ്റഡി ടേബിൾ സിസ്റ്റമാണ്. ഈ ഒരു സ്റ്റഡി ടേബിൾ സിസ്റ്റത്തിനോട് മേളിലൊരു ടോപ്പ് സ്റ്റോറേജ് ബുക്കൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ആയിട്ടും, പിന്നെ ഒരു ബേ വിൻഡോ. ഈ ബേ വിൻഡോയുടെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് മാനേജ് ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്, അതുപോലെ കിഡ്സിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പിൽ പെൽവെറ്റിൽ മേളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കിഡ്സ് ബെഡ്റൂം ടോട്ടലി അതിൻ്റെ ഭംഗി കൊണ്ടും അതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് കൊണ്ടും വളരെയധികം ഭംഗിയാക്കുവാൻ വേണ്ടി സ്കെയിൽ ആർട്ടിൻ്റെ ടെക്നീഷ്യന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ വെറൈറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഏരിയയാണ് പരിചയപ്പെടുത്തുന്നത്. മെറ്റലിലാണ് നമ്മുടെ ജിയിൽ മേക്ക് ചെയ്തതിന് ശേഷം റബ്വുഡിൻ്റെ ടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റബ്വുഡിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി അറിയാം. ഈ ഒരു വുഡും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ലെങ്തി, അതുപോലെ ഈ സ്റ്റെയർ ഹാൻഡ് റെയിൽസിന് പകരം നമ്മൾ ലെങ്തി സ്ക്വയർ ടൂബ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റെയർ കേസ് നമ്മൾക്ക് വളരെയധികം ഭംഗിയും കംഫർട്ടും തരും.